നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് നിലവിൽ അർജന്റീന ദേശീയ ടീം ഉള്ളത്. എതിരാളികൾ പെറുവാണ്. വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. നേരത്തെ തന്നെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചതിനാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം അത്ര പ്രാധാന്യമില്ലാത്തതാണ്. പക്ഷെ അർജന്റീനക്ക് ഇപ്പോഴും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിൽ പരാജയപ്പെടുകയും മറുഭാഗത്ത് കാനഡ വലിയ ഒരു വിജയം നേടുകയും ചെയ്താൽ ഒരുപക്ഷെ അർജന്റീനക്ക് ഈ ഒരു 1-ാം സ്ഥാനം നഷ്ടമായേക്കാം. അർജന്റീനയും പെറുവും തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കുന്നത് മെക്സിക്കൻ റഫറിയായ സെസാർ റാമോസ് ആണ്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ബ്രസീലും കോസ്റ്റാറിക്കയും തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ചിരുന്നത് സെസാർ റാമോസ് തന്നെയായിരുന്നു. ഒരുപാട് വിവാദ തീരുമാനങ്ങൾ അന്ന് മത്സരത്തിൽ ഉണ്ടായിരുന്നു. പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തത് ബ്രസീലിന് പ്രതികൂലമായി കൊണ്ടായിരുന്നു. മാർക്കിഞ്ഞോസ് നേടിയ ഒരു ഗോൾ അവർ നിഷേധിച്ചു. വിനീഷ്യസിനെ വീഴ്ത്തിയതിൽ ബ്രസീലിന് ലഭിക്കേണ്ട പെനാൽറ്റി നിഷേധിച്ചു തുടങ്ങിയ വിവാദങ്ങൾ ആ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ മെക്സിക്കൻ റഫറിയുടെ പല തീരുമാനങ്ങളും അന്ന് ബ്രസീലിന് എതിരായിരുന്നു. അതുപോലെ തന്നെ അർജന്റീനക്കും ഈ ഒരു റഫറിയിൽ നിന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് TYC സ്പോർട്സിന്റെ ഒരു മുന്നറിയിപ്പ്. കാരണം അർജന്റീന പെറുവിനെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചാൽ അവിടെ മെക്സിക്കോ ക്വാർട്ടറിൽ എതിരാളികളായി കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ ഒരു മെക്സിക്കൻ റഫറി ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യമായ മെക്സിക്കോക്ക് അർജന്റീനയെ നേരിടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ഈ സാധ്യതകൾ ഒരുപക്ഷെ സ്വാധീനിച്ചേക്കാം എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത് TYC സ്പോർട്സിന്റെ കേവലം ഒരു ആശങ്കയും നിരീക്ഷണവുമാണെങ്കിൽ പോലും ബ്രസീലിന്റെ മത്സരത്തിൽ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.